ഹലോ നമസ്കാരം. രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫിലേക്ക് എത്താൻ, അതായത് 100% പ്ലേ ഓഫ് സീറ്റ് ഉറപ്പിക്കാൻ ഒരേ ഒരു വിജയം മാത്രം വേണമെന്നിരിക്കെ തോൽവികൾ ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ്. ഇത്തവണ ഏറ്റവും ആദ്യം പ്ലേ ഓഫിലേക്ക് എത്താൻ പോകുന്ന ടീമെന്ന് രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കളി അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കവേ രാജസ്ഥാൻ റോയൽസിന് തുടർച്ചയായി ഇപ്പോൾ പിഴച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആറാറിന് പിഴച്ചത് എവിടെയാണ്? ഈ ഒരു മത്സരത്തിൽ അവർ തോറ്റത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കഴിഞ്ഞ 3 കളികളിലായിട്ട് രാജസ്ഥാൻ റോയൽസ് വിജയം അറിയാത്ത ടീമാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ 5 വിക്കറ്റിനാണ് CSK വിജയിച്ച് കയറിയത്. CSK സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. ഈ ഒരു മത്സരത്തിൽ അവർ വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാവുമായിരുന്നു. പക്ഷേ അതൊക്കെ അവർ അതിജീവിച്ചുകൊണ്ട് കിടിലൻ തകർപ്പൻ വിജയം തന്നെ രാജസ്ഥാൻ റോയൽസിനെതിരെ CSK സ്വന്തമാക്കിയിട്ടുണ്ട്. ശരിയാണ്, ഈ ഒരു മത്സരമൊക്കെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി അവർക്ക് എന്തായാലും പ്ലേ ഓഫ് കളിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതല്പം റിയലിസ്റ്റിക്കലി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അവർ പ്ലേ ഓഫിലേക്ക് 100% എത്തിയെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരൊറ്റ മത്സരം കൂടി അതിന് അവർ വിജയിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ CSKയോട് ഏറ്റുവാങ്ങിയ പരാജയത്തിന് ശേഷം നമ്മുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: പവർ പ്ലേക്ക് ശേഷം പിച്ച് സ്ലോ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനാൽ തന്നെ പവർ പ്ലേക്ക് ശേഷം ഞങ്ങൾ പ്രതീക്ഷിച്ച സ്കോർ 170 ഒക്കെ ആയിരുന്നു. ഒരു 170 റൺസൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കൂടി വിവർ ഷോട്ട് 20 to 25 റൺസ് എന്ന് കൂടി സഞ്ജു സാംസൺ പറയുന്നുണ്ട്. ഞങ്ങളൊരു 20-25 റൺസൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ CSKക്ക് വേണ്ടി ഇന്ന് ഗംഭീര ബൗളിംഗ് നടത്തിയിട്ടുള്ള സിമർജിത് സിംഗിനെ പ്രശംസിക്കാനും ക്യാപ്റ്റൻ സഞ്ജു മറന്നിട്ടില്ല. സഞ്ജു പറയുന്നത് ഇങ്ങനെയാണ്: പാജി ബൗൾഡ് റിയലി വെൽ ഫോർ CSKക്ക് വേണ്ടി അവൻ നന്നായി തന്നെയാണ് പന്തെറിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വി തോട്ട് ബാറ്റിംഗ് ഫസ്റ്റ് വാസ് ദ ബെറ്റർ ഓപ്ഷൻ. എവേ ഗെയിമുകളിൽ പിച്ചുകളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് ശരിക്കും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ബാറ്റ് ചെയ്യുന്നതാണ് മികച്ച ഓപ്ഷൻ എന്നാണ് ഞങ്ങൾ കരുതിയത്. രണ്ടാം ഇന്നിംഗ്സിൽ പിച്ച് കൂടുതൽ സ്ലോ ആവുമെന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു എന്ന് കൂടി സഞ്ജു സാംസൺ പറയുന്നുണ്ട്. ഇതിപ്പോൾ രാത്രിയാണ് ഈ ഒരു മത്സരം നടക്കുന്നതെങ്കിൽ ഡ്യൂ ഉള്ളത് കൊണ്ടെന്ന് ഒന്നും ചിന്തിക്കാതെ ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കാമായിരുന്നു. രാവിലെ അങ്ങനെയല്ല കാര്യങ്ങൾ. വേനൽക്കാലത്ത് പിച്ച് ചൂടാവുന്നതിൽ രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റ് വേഗത കുറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ കാര്യമായി അത് നടന്നില്ല എന്ന് കൂടി സഞ്ജു സാംസൺ തന്നെ പറയുന്നുണ്ട്. കൂടാതെ സഞ്ജു പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇറ്റ്സ് നോർമൽ ടു കീപ്പ് ഓൺ തിങ്കിങ് അബൌട്ട് ക്വാളിഫിക്കേഷനെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ നോർമലാണ്. എന്നാൽ ഞങ്ങൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ഗെയിമിൽ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി സഞ്ജു സാംസൺ പറയുന്നുണ്ട്. ഏതായാലും രാജസ്ഥാൻ റോയൽസിന്റെ ഒരു കിടിലൻ കംബാക്കിനായിട്ട് തന്നെ കാത്തിരിക്കാം. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമല്ലോ. പ്രതീക്ഷയോട് കൂടെ ഗുഡ് ബൈ.